വീട്ടിലേക്കുള്ള വഴിനീള കാട് നിറഞ്ഞിട്ടും വെട്ടിമാറ്റാൻ നടപടിയില്ല എന്ന് പരാതി. വയനാട് പൊഴുതന ഇടിയംവയലിലാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് റോഡിൽ കാട് കയറി കിടക്കുന്നത്. പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും മക്കൾക്ക് സ്കൂളിൽ പോകാൻ പോലും പ്രയാസമാണെന്നും പരാതി നൽകിയ സുനിൽകുമാർ പറയുന്നു. വഴി നടക്കുന്ന നടപ്പാതയിലാണ് ഇത്തരത്തിൽ കാട് കയറിയിരിക്കുന്നത്. പഞ്ചായത്ത് റോഡ് ആയതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ വെട്ടാൻ കഴിയില്ല. വീട്ടിലെത്തണമെങ്കിൽ ഈ നടപ്പാത കഴിയണം. പലതവണ പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. പൊതുവഴി കാട് കയറി ആകെ ബുദ്ധിമുട്ടായിട്ട് പഞ്ചായത്തിൻ്റെ നിരുത്തരവാദിത്വം കാരണം കാട് കയറി വീടിനകത്ത് വരെ പാമ്പ് കയറിയിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം പിടിച്ചുകൊണ്ടുവന്നൊരവസ്ഥയാണ്. ബാലാവകാശ കമ്മീഷനിൽ റിപ്പോർട്ട് കൊടുത്തു. പഞ്ചായത്തിൽ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ പരാതി കൊടുത്തിട്ടും കുട്ടികൾ പോകുന്ന വഴിയാണ്. ചെറിയ കുഞ്ഞു കുട്ടികളാണ്, 2ലും 3ലും 6ലും പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം ഇത് ബാലാവകാശ കമ്മീഷനിൽ കുട്ടികൾ പരാതി കൊടുത്തതിന് പ്രകാരം പഞ്ചായത്തിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് രേഖകൾ സഹിതം കൊടുത്തപ്പോൾ പഞ്ചായത്തിന് ഉത്തരവിട്ടതിന് ശേഷവും പഞ്ചായത്ത് ഇത് നടപ്പാക്കുന്നില്ല. അവരെന്തൊക്കെയോ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. കാട് കയറിയതോടെ വീട്ടിനകത്ത് പോലും ഇഴജന്തുക്കൾ കയറുന്ന അവസ്ഥയാണ്. റോഡ് വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട സുനിൽകുമാറിന്റെ മകൾ ബാലാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. റോഡ് നന്നാക്കണമെന്ന് ഉത്തരവിട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. എന്നാൽ റോഡ് വെട്ടാൻ ശ്രമിച്ചെങ്കിലും പ്രദേശവാസികൾ അനുവദിച്ചില്ല എന്നാണ് പഞ്ചായത്തിന്റെ പ്രതികരണം. ജനം, വയനാട്.